നമസ്കാരം, ഞാൻ ഡോക്ടർ അരുണിമ, മുക്തി ഹെൽത്ത് കെയർ സെൻ്ററിലെ മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്നു. ക്ലിനിക്കിൽ രോഗികൾ പ്രസൻറ്റ് ചെയ്യുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് ഫ്രോസൺ ഷോൾഡർ. എന്താണ് ഫ്രോസൺ ഷോൾഡർ? തോളിനുണ്ടാവുന്ന വേദന, സ്റ്റിഫ്നെസ്, അതോടനുബന്ധിച്ച് തോളിനെ ചലിപ്പിക്കാനുണ്ടാകുന്ന തടസ്സം അല്ലെങ്കിൽ ഒരു പ്രയാസം, ഈ 3 രോഗലക്ഷണങ്ങളും പല അനുപാതത്തിൽ രോഗികൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രോസൺ ഷോൾഡർ എന്ന് വിളിക്കുന്നത്. അത് രോഗികൾ നമ്മളുടെ അടുത്ത് വന്ന് പറയുക ഇങ്ങനെ ആയിരിക്കത്തില്ല. അവർ പറയുക അവർക്ക് മുടി ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു, വല്ലാണ്ട് വേദന വരുന്നു, പിടുത്തം വരുന്നു. അല്ലെങ്കിൽ ലേഡീസൊക്കെ ആണെങ്കിൽ പറയുക അവർക്ക് ഡ്രസ്സിനെ ഹുക്കിടുമ്പോൾ ഒരു പ്രയാസം വരുന്നു. ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ ഉറക്കത്തിൽ അതികലശലായിട്ട് വേദന വർദ്ധിച്ചിട്ട് ഉറക്കം നഷ്ടപ്പെടുന്നു, കയ്യിലോട്ട് തരിപ്പിറങ്ങുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ നമ്മളുടെ അടുത്ത് വന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ആയുർവേദത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് ഔപാഹുകം എന്ന ഒരു രോഗാവസ്ഥയായിട്ട് തന്നെ ഇതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വാതദോഷത്തിൻ്റെ അസന്തുലിതാവസ്ഥയാണ്. വാതദോഷമെന്ന് പറയുമ്പോൾ അതൊരു ടെക്നിക്കൽ ടേമാണ്. കുറച്ച് പ്രോപ്പർട്ടീസ് അതിനുവേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഇതിനെല്ലാം കൂടി ഒരു ടെക്നിക്കൽ ടേമായിട്ടാണ് നമ്മൾ വാതദോഷം എന്ന് പറയുന്നത്. ഇതിൽ കോമൺ ആയിട്ട് നമ്മുടെ കോമൺ പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്കിനും ഷോൾഡറിനും ഉണ്ടാകുന്ന സ്ട്രെയിൻ, അല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കമൊളിച്ചിരിക്കുന്ന ആൾക്കാരിൽ ഇത് ഭയങ്കരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ എന്താ പറയുക, നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ചില ഇപ്പോഴുള്ള യങ് ജനറേഷനാണെങ്കിൽ അവർ രാത്രിയിൽ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ഉറക്കം വല്ലാണ്ട് ലേറ്റാക്കുക, മനഃപൂർവ്വം തന്നെ ഉറക്കം ലേറ്റാക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇത് പ്രായമായ ആളുകളിലാണ് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ചെറിയ ജനറേഷനിലുള്ള ആൾക്കാരിൽ തൊട്ട് ഈ ഒരു രോഗം പ്രസൻറ്റ് ചെയ്യാറുണ്ട്. വാദത്തിന് കുറയ്ക്കാനായിട്ട് നമ്മൾ ആയുർവേദത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് തൈലങ്ങൾ. തൈലപ്രയോഗങ്ങൾ അഭ്യംഗത്തിൻ്റെ രൂപത്തിലോ തൈലപ്പിച്ചുമായിട്ടോ അല്ലെങ്കിൽ തൈലം ഉപയോഗിച്ചിട്ടുള്ള പിഴിച്ചിലായിട്ടോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥ നല്ല രീതിയിൽ മാറാറുണ്ട്. അതുപോലെ കിഴികൾ അതിന് സഹായിക്കുന്ന ഒന്നാണ്. ഔപാഹത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളതാണ് നസ്യം എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു രോഗാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കുള്ളിലോട്ടും കൃത്യമായ മരുന്നുകളുണ്ട്. എല്ലാവർക്കും ഒരേ മരുന്ന്, ഒരേ പ്രോട്ടോക്കോളൊന്നല്ല. ആയുർവേദം കണക്കാക്കുന്നത് എപ്പോഴും ഹോളിസ്റ്റിക്കായിട്ടാണ്. ആ ഒരു രോഗി വരുമ്പോൾ അവരുടെ രോഗാവസ്ഥ എന്താണ്, എന്തുകൊണ്ടാണ് അത് വന്നത് എന്ന് കൃത്യമായിട്ടുള്ള നിഗമനത്തോട് കൂടിയിട്ടാണ് നമ്മൾ ആ രോഗിയുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്.